പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിഷ്കളങ്കരെ, നിങ്ങൾ ആരെങ്കിലും കരുതിയോ ഇതിനേക്കാൾ അപ്പുറം മറ്റൊരു ചാർജ് ഷീറ്റ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു? ഞാൻ എന്തായാലും കരുതിയിട്ടില്ല. കൊടകരയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു ഹൈവേ റോബറി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൊടകരയിൽ നടന്നിരിക്കുന്നത് ഒരു കള്ളപ്പണ ഇടപാടാണെന്നും ആ കള്ളപ്പണ ഇടപാടിലെ നോട്ടുപൊട്ടിക്കലാണ് യഥാർത്ഥത്തിൽ കൊടകരയിൽ നടന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എനിക്കിതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇ ഡി ഇങ്ങനെ എന്നുള്ളത്, ഇ ഡി ഇങ്ങനെയല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് കൊടുക്കുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നമ്മുടെ മുന്നിൽ ചില കണക്കുകളുണ്ടല്ലോ. 2014 മുതൽ 2022 വരെ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 121 കേസുകളിൽ 115 കേസുകളും എടുത്തിരിക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രതിപക്ഷത്തുള്ള നേതാക്കളാണ് എന്നുള്ളതാണ്. 95%. ഇനി ബി ജെ പി നേതാക്കളോ കൺവിക്ഷൻ റേറ്റ് കുറവാണെന്ന് സ്മൃതി പറയുമ്പോൾ അത് പോസിറ്റീവാ. കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രതിപക്ഷമാണ്. ഇനി മാത്രമല്ല, ഈ എടുത്തിരിക്കുന്ന 115 കേസുകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 6 കേസേ ഉള്ളൂ. അതായത് ബി ജെ പിയുടേതോ ഘടകകക്ഷികളുടേതോ ഉൾപ്പെട്ടിരിക്കുന്ന ഇ ഡി കേസുകളുള്ളൂ. ഒരെണ്ണത്തിൽ പോലും കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഒരു ബി ജെ പി നേതാവ് പോലും കഴിഞ്ഞ 8 വർഷമായി 2014 മുതലുള്ള കണക്കെടുത്താൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു നേതാവ് പോലും കോടതിയുടെ ചോദ്യമുനയിൽ വന്നിട്ടില്ല. എല്ലാം ഇ ഡി ഇതേപോലെയുള്ള ചാർജ് ഷീറ്റുകൾ കൊടുത്ത് രക്ഷിച്ചതിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിഷ്കളങ്കരെ, നിങ്ങൾ ആരെങ്കിലും കരുതിയോ ഇതിനേക്കാൾ അപ്പുറം മറ്റൊരു ചാർജ് ഷീറ്റ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു? ഞാൻ എന്തായാലും കരുതിയിട്ടില്ല. 2500% നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇ ഡിയുടെ കേസിന്റെ എണ്ണം പെരുകിയത്. ആ കേസിലാണ് 95% പ്രതിപക്ഷത്തുള്ള പാർട്ടികളെ വേട്ടയാടാൻ വേണ്ടി ഇ ഡി എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നതിൻ്റെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇ ഡി ഇപ്പോൾ ഒരു കോമഡിയായിട്ട് മാറുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇ ഡി ഈ PMLA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരസ്പര വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു PMLA ആക്ട് കൈകാര്യം ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസി ഇത്രമാത്രം നിരുത്തരവാദപരമായ ഒരു കേസ് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കൊടകര കേസിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കരുവന്നൂരിൽ രണ്ടാമത് ഇ ഡി ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണനെയാണ്. കെ രാധാകൃഷ്ണനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അന്ന് ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ തങ്ങളിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടി വിളിക്കുന്നു. എന്നാൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായത്, ഈ കേസിൽ